ഏറ്റവും പ്രിയപ്പെട്ട 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഫാസിൽ സാറാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല. ഞാൻ പൊതുവെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലുമാണ് പഠിപ്പിക്കാറ്. പക്ഷേ നമുക്ക് വഴിയെ പരിചയപ്പെടാം. അതൊക്കെ പോട്ടെ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം അതൊന്നുമല്ല. നിങ്ങൾ ആമസോൺ മഴക്കാടുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആമസോൺ ഫോറസ്റ്റ് ബ്രസീൽ, പെറു, വെനസ്വേല പോലെയുള്ള 9 രാജ്യങ്ങളിൽ വൈഡ് സ്പ്രെഡ് ആയിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയൊരു ഫോറസ്റ്റാണ് ആമസോൺ ഫോറസ്റ്റ്. ആക്ച്വലി ഈ ആമസോൺ ഫോറസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജീവജാതികൾ, സസ്യങ്ങൾ, ജന്തുക്കൾ അങ്ങനെ എല്ലാവരും കൂടിയും ഉൾപ്പെടുന്ന ഒരു വലിയ ഒരു ഫോറസ്റ്റാണ് ആമസോൺ ഫോറസ്റ്റ്. അതിനേക്കാൾ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ശ്വസിക്കാൻ ആവശ്യമുള്ള ഓക്സിജൻ്റെ ഏകദേശം 20% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ആമസോൺ മഴക്കാടുകളാണ്. ആക്ച്വലി ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ഇവർ നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ 2 ഘട്ടമുണ്ട്: ലൈറ്റ് ഫേസ്, ഡാർക്ക് ഫേസ്, പ്രകാശഘട്ടം അല്ലെങ്കിൽ ഇരുണ്ട ഘട്ടം. അതൊക്കെ നമ്മൾ ഓൾറെഡി 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള GK ഫാക്ട്സുകളും അതുപോലെ തന്നെ ഈ പ്രകാശ സംശ്ലേഷണം, ആമസോൺ മഴക്കാടുകൾ, എക്കോ ഡൈവേഴ്സിറ്റി, ബയോഡൈവേഴ്സിറ്റി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട്, വളരെ അടിപൊളിയായിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മുടെ ഫാൽക്കൺ ബാച്ചിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട്, എക്സ്പേർട്ടായിട്ടുള്ള വളരെ അടിപൊളിയായിട്ടുള്ള ടീച്ചേഴ്സ് നിങ്ങൾക്ക് വളരെ ഗംഭീരമായിട്ട് പഠിപ്പിച്ചു തരും. ആക്ച്വലി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ പഠിച്ചു വെക്കുന്നത് നിങ്ങൾക്ക് 7ാം ക്ലാസ്സിലെ USS പരീക്ഷയ്ക്കും അതുപോലെ തന്നെ 8ാം ക്ലാസ്സിലുള്ള NMMS പരീക്ഷയ്ക്കും, അത് കഴിഞ്ഞ് 10, +1, +2 ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വളരെ കോമ്പറ്റീറ്റീവ് എക്സാമുകളൊക്കെ പ്രിപ്പയർ ചെയ്യും. ലൈക്ക് JEE, NEET, കീമ് പോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകളൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് വളരെ വലിയ രീതിയിൽ ഉപകരിക്കപ്പെടും. അപ്പോൾ അത്തരത്തിലുള്ള എക്സാമുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. അതിനെല്ലാം നിങ്ങൾക്ക് ഉപകരിക്കപ്പെടുന്ന ഒരു ബാച്ചാണ് സൈലത്തിൻ്റെ ഫാൽക്കൺ ബാച്ച്. നിങ്ങൾ ഒരുപാട് തവണ എല്ലാവരിലൂടെയും കേട്ടിട്ടുണ്ടാകും ഫാൽക്കൺ ബാച്ചിൻ്റെ ഇമ്പോർട്ടൻസും പ്രത്യേകതകളൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങൾ വളരെ വേഗത്തിൽ തന്നെ എന്ത് ചെയ്യുക, ഫാൽക്കൺ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാനുള്ള കാര്യങ്ങൾ വേഗത്തിൽ തന്നെ ചെയ്യുക. നിങ്ങൾ പേരൻസുമായി സമീപിച്ചിട്ട് അവരോട് ഡിസ്കസ് ചെയ്തിട്ട് ഫാൽക്കൺ ബാച്ചിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അവരോട് ചോദിച്ചറിഞ്ഞിട്ട് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം വളരെ വേഗത്തിൽ എന്ത് ചെയ്യുക, ഇതിൽ അഡ്മിഷൻ എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് എല്ലാ കാര്യങ്ങളും 7ാം ക്ലാസ്സിലുള്ള കാര്യങ്ങളും 8ാം ക്ലാസ്സിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റനേകം കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് പഠിക്കാം. സോ എല്ലാവരും വളരെ വേഗത്തിൽ തന്നെ അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുക്കാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. വേഗത്തിൽ അഡ്മിഷൻ എടുക്കുക, ഉഷാറാക്കുക, അടിപൊളിയാക്കുക, എൻജോയ് ചെയ്യുക. ഇത് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട ഫാസിൽ അറക്കൽ. ഗുഡ് ബൈ.